ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന ചുറ്റിപ്പറ്റി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? വീട്ടിലുണ്ടായ മാങ്ങയില്ലേ, ഈ മാങ്ങ ഉണ്ടായതിന് വീട്ടിന് മുന്നേ ഇട്ടുന്നു. ഷോർട്സ് ഒക്കെ ഇട്ടാൽ കണ്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും ഉപ്പും മുളകൊക്കെ കൂട്ടി മക്കളൊക്കെ കഴിക്കണേ. ആ മാങ്ങ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് അവിടെ മാവുമ്പം തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പറിച്ച് കുറച്ച് സുർക്കയിലിട്ട് വെക്കാം, പിന്നെ കുറച്ച് ഉപ്പിൽ മാത്രം ഇട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്ന രീതി ഉണ്ടല്ലോ, അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താകുമ്പോൾ മാങ്ങ ഇല്ലാത്തൊരു കാലത്ത് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപകാരമാവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ മാങ്ങയൊക്കെ പറിക്കാൻ പോവുകയാണ്. ഞാൻ ഏട്ടനും കൂടി പറിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലും ഏട്ടൻ പറിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പറിക്കുമ്പോൾ അമ്മയൊക്കെ പറഞ്ഞു ഈ ഞെട്ടിയോടെ തന്നെ പറിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഉപ്പിലിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ചുണയില്ലേ, അതിൻ്റെ ഒരു കറ, അത് നമ്മളതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം വെക്കാൻ. അത് കേടുവരാതെക്കാനും അതിൻ്റെ ടേസ്റ്റിനൊക്കെ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഞെട്ടി മുറിക്കാതെ തന്നെ പറിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അതിൻ്റെ വളരെ ശ്രമകരമായ പണിയിലാണ് കേട്ടോ ഉള്ളതും. ഇത് ഞങ്ങളെ വീട്ടിൽ ഇത് രണ്ടാമത്തെ കൊല്ലാട്ടം ഉണ്ടാവുന്നത്. കഴിഞ്ഞ കൊല്ലാണ് ആദ്യമായിട്ട് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളിത് കുറേ പറിക്കാതെ വെച്ചു. കാരണം പച്ച അങ്ങനെ ഉപയോഗിച്ചില്ല. പഴുത്തിട്ട് ഏത് മാങ്ങയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉദ്യമത്തിൻ്റെ പേരിൽ ഞങ്ങൾ എന്താ പറയുക പറിച്ചില്ല. പക്ഷെ മക്കൾക്കൊക്കെ ഭയങ്കര കൊതിയായിരുന്നു ഇങ്ങനെ തൂങ്ങി നിൽക്കണ കാണുമ്പോഴേ. പക്ഷെ എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറിക്കാതെ വെച്ചു. ഇന്ന് ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇത്രേ പറിച്ചുള്ളൂ. ബാക്കിയുള്ള കുറച്ച് മാങ്ങകൾ അവിടെ തന്നെ വെച്ചു പഴുത്തിട്ട് കഴിക്കാൻ വെച്ചിട്ട്. പക്ഷെ ഇത് പഴുക്കാൻ കുറേ സമയം എടുക്കും. സാധാരണ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എടുക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറേ കാത്തുനിന്നു. നമ്മളിത് ഏതാണെന്ന് അറിയാനുള്ളൊരു ഇൻട്രസ്റ്റ് കാരണം നമ്മൾ പച്ചട്ട് പറിച്ചതുമില്ല. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഇത് കുറച്ച് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വയ്ക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതെല്ലാം പറിച്ചിട്ട് ഇത് ലാസ്റ്റ് കഴുകാൻ പോവുകയാണ്. അങ്ങനെ ഞെട്ടിപ്പൊട്ടാതെ കഴുകുക എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. കുറേ എണ്ണമൊക്കെ ഞെട്ടിപ്പൊട്ടിപ്പോയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല വൃത്തിയിൽ ഇത് 1-2 പ്രാവശ്യം കഴുകിയെടുത്തു എന്നിട്ട് ഇത് കുറച്ച് നമ്മൾ അടുത്തുള്ള വീട്ടിൽ കൊടുത്തു, തറവാട്ടിൽ കൊടുത്തു, അമ്മായിമാർക്ക് കുറച്ച് കൊടുത്തു, പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് 2-3 ഫ്രണ്ട്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം അവർക്കും കൊടുത്തു. അങ്ങനെ കൊടുത്തൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സംഭവങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഉപ്പിലിട്ട് വെക്കാൻ പോകണം. ഉപ്പിൽ മാത്രം ഇട്ട് വെക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ ഇടാവുന്നതാണ്. പിന്നെ കുറച്ചത് സുർക്കയിലിട്ട് വെച്ചിരുന്നു. മക്കൾ ആദ്യം പറഞ്ഞു സുർക്കയിലിട്ട് വെക്കണം, ഉപ്പിലിട്ട മാങ്ങയ്ക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് വേണം, വെക്കേഷനാണ്, കുറേ പരിപാടികളുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ കുറച്ച് അതിലേക്ക് മാറ്റി വെക്കണം. കുറച്ച് അങ്ങനെ ഉപ്പ് മാത്രമായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെയുള്ള വീഡിയോ വഴിയെ വരും. എല്ലാവരും കാണണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ വീഡിയോ കുറച്ചും കൂടി ഒന്ന് അങ്ങനെ വൈറലായിക്കോട്ടെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, മുഴുവനായിട്ട് കാണുക, വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയാം, എന്തൊക്കെയാണ് തെറ്റുള്ളതെന്ന് പറയാം. നമ്മളങ്ങനെ എന്താ പറയുക, അത്ര പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നില്ല, നമുക്ക് അറിവൊക്കെ കുറവാണ്. ഓക്കെ, എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ബൈ.